ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യമില്ല. മുൻ അംഗം അജികുമാറിന് ജാമ്യം ലഭിച്ചു. ആരോഗ്യാവസ്ഥ പരിഗണിച്ചാണ് ജാമ്യം. സുധീഷ് കുമാറുണ്ട് വിശദാംശങ്ങളുമായി. സുധീഷ്, ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള തെളിവുകൾ ഉണ്ടെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രശാന്തിന് ജാമ്യം നിഷേധിച്ചതും ഒപ്പം അജികുമാറിന് ജാമ്യം നൽകിയിട്ടുള്ളതും? തീർച്ചയായും പ്രോസിക്യൂഷന്റെ കൃത്യമായ വാദങ്ങൾക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ ഇരുവരുടെയും PS പ്രശാന്തിന്റെ ഒപ്പം അജികുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി അജികുമാറിന്, അതായത് ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിന് മാത്രമാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതിൽ ജാമ്യ പരിഗണിച്ചുകൊണ്ടുള്ള കോടതി വിധിയിൽ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അജികുമാറിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചാണ്. ഈ മോശം ആരോഗ്യാവസ്ഥ ഉള്ളതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നു എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ PS പ്രശാന്തിന്റെ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ഈ ജാമ്യം കോടതി നിരസിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും 2019 നടന്ന ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും പങ്കുണ്ട് എന്ന തരത്തിലുള്ള വാദഗതികളാണ് പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ആ ഹർജി പരിഗണിച്ചുള്ള വാദഗതിയിലൊക്കെ തന്നെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അജികുമാറിന് മാത്രം ജാമ്യം നൽകി കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിറക്കിയിരിക്കുന്നു. PS പ്രശാന്തിന്റെ ജാമ്യ ഹർജി കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു. 2019 നടന്ന ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും, അതായത് ദേവസ്വം ബോർഡിലെ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനും ഒപ്പം മുൻ അംഗം ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിനും കൃത്യമായ ബന്ധമുണ്ട്, ഇടപെടലുകളുണ്ട്. ഈ 2019 സ്വർണ്ണ കവർച്ച 2025 ഇവർ ഇക്കാര്യങ്ങളൊക്കെ മറച്ചുവെച്ചു, അല്ലെങ്കിൽ ഇതിന് കൂട്ടുനിന്നു, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പുറത്തു വരുന്നതൊക്കെ തടഞ്ഞു എന്നൊക്കെയുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നായിരുന്നു പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ 2025 നടത്തിയ ചില അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഇടപെടലുകളൊക്കെ തന്നെ വഴിയെത്തിയത് ഈ കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിരന്തരം ബന്ധമുണ്ടായിരുന്നു. ഇവരുടെ ഫോൺ ഇടപാടുകൾ, ഒപ്പം തന്നെ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ഒക്കെ കോടതി, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ ജാമ്യ ഹർജിക്കായുള്ള വാദങ്ങൾ നടക്കുന്ന വേളയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുവർക്കും വ്യക്തമായ ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പലപ്പോഴും ശ്രമിച്ചു. എങ്കിൽ പോലും ഈ ജാമ്യം നൽകരുത് എന്നൊരു ആവശ്യം ഈ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുമ്പോഴും ഇരുവരുടെയും ആരോഗ്യാവസ്ഥ, അതായത് PS പ്രശാന്തിന്റെയും ഒപ്പം അജികുമാറിന്റെയും ആരോഗ്യാവസ്ഥ മോശമാണ് എന്ന തരത്തിലുള്ള വാദഗതികളായിരുന്നു പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. ഇരുവർക്കും ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നും പ്രതിഭാഗം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമായി ഇരുവർക്കും ബന്ധമുണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരോപണങ്ങൾ അതിലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. അതിൽ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന്റെ പക്കലില്ല എന്നൊരു പ്രതിഭാഗം മുന്നോട്ട് വെച്ച ചില വാദഗതികളിൽ കോടതി നിരീക്ഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും 2019 സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നത് ജൂലൈ 23-നാണ്. പ്രത്യേക അന്വേഷണ സംഘം, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇരുവരെയും ജൂലൈ 23-നാണ് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ഇവരെ വിശദമായ റിമാൻഡ് ചെയ്യുകയും തുടർന്ന് ഒരു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ പ്രത്യേക അന്വേഷണ സംഘം ഇരുവരുടെയും നേതൃത്വത്തിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിയതാണ്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഈ ജാമ്യ ഹർജി തള്ളണം എന്ന ആവശ്യം വിജിലൻസ് കോടതി മുമ്പാകെ മുന്നോട്ട് വെച്ചത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇവർക്കുള്ള ബന്ധം എന്ന് പറയുന്നത്, ഇവർക്ക് ഈ ദ്വാരപാലക ശില്പപാളികൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് അതിന് സ്വർണ്ണം പൂശുന്നതിനുള്ള അനുമതി നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും, ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഇവരുടെ ഫോൺ രേഖകൾ, നേരിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഒരു ദുരൂഹതയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് എന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി കൊല്ലം വിജിലൻസ് കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വാദഗതിയായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. 2025 ഈ സ്വർണ്ണ കവർച്ച മൂടിവെക്കാൻ ഇവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ശ്രമം നടന്നു എന്നും ഈ കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ ജൂലൈ 23-ന് അറസ്റ്റ് ചെയ്തത്. ഏതായാലും വിജിലൻസ് കോടതി ഇരുവരെയും കഴിഞ്ഞ ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ ഇരുവരെയും അടുത്ത സെപ്റ്റംബർ 1 വരെ റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇരുവരുടെയും ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്ത് എന്നാണ് വിജിലൻസ് കോടതി വിധിയിൽ പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു. ശരി, സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യമില്ല. അതേസമയം മുൻ അംഗം അജികുമാറിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യാവസ്ഥ പരിഗണിച്ചാണ് ജാമ്യം നൽകിയത്.